ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ഹർഷീനയുടെ തുടർ ചികിത്സയ്ക്കായി സമരസമിതി ഇന്ന് ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിക്കും. സർക്കാർ മൗനം തുടരുകയാണെന്നും അഭിമാനത്തേക്കാൾ വലുത് ജീവനാണെന്നും തിരിച്ചറിഞ്ഞാണ് കൈനീട്ടുന്നതെന്നും ഹർഷീന പറഞ്ഞു. വയറിനുള്ളിൽ നിന്നും കത്രിക നീക്കം ചെയ്ത ഭാഗത്ത് വേദന കടുത്തതോടെയാണ് ഹർഷിന് വീണ്ടും വൈദ്യസഹായം തേടിയത്. കത്രിക നീക്കം ചെയ്തയിടത്ത് വീണ്ടും ശസ്ത്രക്രിയ അനിവാര്യമെന്ന് കണ്ടതോടെയാണ് ചികിത്സാ ചെലവിനായി ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിക്കുന്നത്. ഇതിപ്പോൾ ഒരു സർജറി ചെയ്ത സ്ഥലത്ത് സർജറിൻ്റെ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു ഗ്രോത്ത് വരികയാണ്. അത് റിമൂവ് ചെയ്യണം, ഓപ്പൺ സർജറി തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. 4 സർജറി കഴിഞ്ഞ ഒരു വയറ് ഇനി 5ാമത്തേതാണ്. ചെയ്താലും മുഴുവൻ പരിഹാരമാവില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. ഒരു സാധനം റിമൂവ് ചെയ്യാന്നല്ലാതെ മുഴുവൻ വേദനകൾക്കോ നമ്മളെ പ്രയാസത്തിനൊന്നും പരിഹാരം അതെനിക്കും അറിയാം. 2 ലക്ഷം തിടുക്കപ്പെട്ട് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ മനഃപൂർവ്വം മൗനം തുടരുകയാണെന്ന് ഹർഷിന. എന്തായാലും ആളുകൾ സഹായിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനിയൊരു വലിയൊരു ചികിത്സാ ബാധ്യത നമുക്ക് താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പം നിൽക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ഹർഷിനൻ്റെ കൂടെ ഹർഷിനക്ക് നീതി ഉറപ്പാക്കുമെന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മൗനത്തിലാണ് ഇപ്പോൾ. നമ്മൾക്കൊരു തുടർ ചികിത്സക്കുള്ളത് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു മൈൻഡും ഇല്ലാത്തൊരു മൗനം, മനഃപൂർവ്വമുള്ള ഒരു മൗനം. ഈ മാസം 21-നാണ് ഹർഷിനയുടെ ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. ആവശ്യമായ പണം കൈവശമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നീട്ടിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയും കുടുംബത്തിനുണ്ട്. അതേസമയം ചികിത്സയ്ക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പണം ശേഖരിച്ചാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാണ് സമരസമിതി തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.